ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരുടെ വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ രാവിലെ നമുക്ക് അപ്പവും ബീഫ് സ്റ്റൂ ഒക്കെ ആയിരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ ഗൈസ്. അപ്പോൾ ഇതേ ഈശാൻകുട്ടൻ രാവിലെ ആ സ്പെഷ്യൽ ഡേക്ക് പോകാനായിട്ട് ഒരുങ്ങി അച്ചാമ്മയുടെ കാലൊക്കെ തൊട്ട് എഴുതി അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് രാവിലെ പിന്നെ ഗുരുദേവനെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ചതയായതുകൊണ്ട് അവിടെ ആൻറ്റിമാരും ഒക്കെ ഉണ്ട് ഈശാൻകുട്ടനെ ബൈ ബൈ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഗൈസ്, ഇന്ന് ഈശാൻകുട്ടൻ്റെ അംഗനവാടിയിലെ ശലഭക്കൂട്ടം എന്ന് പറയുന്ന കലോത്സവമാണ് ഗൈസ്. അപ്പോൾ ഈ അംഗനവാടി പിള്ളേർക്ക് കലോത്സവം എന്ന് ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ചിന്തിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടിപ്പോൾ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നോ കഞ്ഞിയും പയറും മാത്രമാണല്ലേ? ഇന്ന് ഇവർക്ക് വെജ് പുലാവ്, മുട്ട ബിരിയാണി, എന്തൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടെന്നറിയാമോ? ഇപ്പോൾ സ്നാക്സ് എന്തിനാ പറയുന്നത്, കുടിക്കുന്ന വെള്ളം പോലും അംഗനവാടി കൊടുത്തു വിടേണ്ട കാര്യമില്ല. അത്രയ്ക്ക് ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ അംഗനവാടിയിൽ. ഫിൽറ്റർ വരെ ഉണ്ട് അംഗനവാടികളിൽ. വെള്ളം കൊടുത്തു വിടണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. ഒരു സ്ലേറ്റും പെൻസിലും ബുക്കും മാത്രമാണിപ്പം അംഗനവാടികളിൽ പിള്ളേർ കൊണ്ടുപോകുന്നത്. എല്ലാ സാധനവും കഞ്ഞി, ഉപ്പുമാവ്, എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്നറിയാവോ? ഇപ്പോൾ ഹോട്ടലിലെ മെനു ബുക്ക് പോലാണ് ഇവർ അംഗനവാടിയിലെ മെനു വരുന്നത്. അപ്പോൾ ഈശാൻകുട്ടൻ്റെ ടീച്ചർമാരായിരുന്നു ഈശാൻകുട്ടനെ എടുത്തുകൊണ്ടിരുന്നത്. അവൻ ഫാൻസി ഡ്രസ്സിനുണ്ടായിരുന്നു ഗൈസ്. അവനാണെങ്കിൽ നമ്മുടെ കുട്ടി കർഷകനൊക്കെ ആയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ജോൺ തോമസ് സാറായിരുന്നു ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചത്. പിന്നെ ഇവർക്ക് 13 അംഗനവാടിക്കും ഈ സ്കൂളിൻ്റെ വകയായിട്ട് ഓരോ ബോക്സ് സമ്മാനം ഉണ്ട്. അതിൻ്റെ താഴെ ഇരിക്കുന്നില്ല ഗൈസ്, അത് ഇവർക്ക് ഓരോ ബോക്സ് ഉണ്ട്. ആ ബോക്സ് നിറച്ച് ഓരോ അംഗനവാടിക്കും കളിപ്പാട്ടങ്ങളാണ് ഈ സ്കൂൾ സമ്മാനിച്ചാണ്. ഈ സ്കൂളിലെ കുട്ടികളും സമ്മാനിച്ചാണ് കേട്ടോ. അതിൽ അവരുടെ ആ ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല കുട്ടികളായിട്ടല്ലേ അംഗനവാടിയിലെ കലോത്സവം വന്നപ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും നൽകണമെന്ന് വിചാരിച്ച് അത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ബേക്കറിയിൽ പോയി വെള്ളമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഈശാൻകുട്ടൻ്റെ പരിപാടിയൊന്നും ആയിട്ടില്ലായിരുന്നു. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ആ മക്കളെ കളിപ്പിക്കാനായിട്ട് എല്ലാ അമ്മമാരും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുക്കിക്കൊണ്ട് വരികയും ആ ഒരു പ്രോത്സാഹനം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ പറയണേന്ന് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ കൊച്ചു കുഞ്ഞുങ്ങളായിപ്പോൾ. ഈ നിൽക്കുന്ന ടീച്ചർമാർ മുഴുവൻ ഫുൾ സപ്പോർട്ടായിരുന്നു. ഒരു മനസ്സും ഒരു മെയ്യുമായിട്ട് അവർ നിൽക്കുകയായിരുന്നു. തൻ്റെ മക്കളെന്നോ അല്ലെ തൻ്റെ അംഗനവാടിയിലെ പിള്ളേരെന്നോ മറ്റുള്ളവർ അംഗനവാടിയിലെ പിള്ളേരെന്നോ ഒന്നും അവർക്ക് വേർതിരിവില്ലായിരുന്നു. എല്ലാം അവരുടെ മക്കളെന്നുള്ള രീതിയിലായിരുന്നു. കണ്ടോ, ആ ടീച്ചറൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇത് ഏറ്റവും പ്രായം കൂടിയ അംഗനവാടിയിലെ ടീച്ചറാണത്. ടീച്ചറൊക്കെ ഇരുന്ന് കൈ കൊട്ടി അവരെ, ആ മക്കളെ ആ കളിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയും. പിന്നെ നമുക്ക് മക്കളെ ഓരോ പ്രോഗ്രാമിന് ചേർക്കാൻ തോന്നും. അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് ടീച്ചർമാരൊക്കെ പെരുമാറുന്നത്. ഇത് ഓരോ മക്കളുമാർ ഒരുങ്ങിയേക്കുന്നുണ്ടോ ഗൈസ്, ആ അമ്മയുടെയൊക്കെ ആ ഒരു സന്തോഷം കണ്ടോ. ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഈശാൻകുട്ടനും സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്കും തോന്നിയത്. എല്ലാവർക്കും ഇല്ലേ ഗൈസ്, നമ്മുടെ മക്കൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്, സമ്മാനം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ അവരാദ്യമായിട്ട് അംഗനവാടി പോകുന്നത്. ഞാൻ ഈശാൻകുട്ടൻ്റെ എല്ലാ മൊമെൻറ്റ്സും വീഡിയോ എടുത്ത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അവൻ അംഗനവാടി പോകുന്നതൊന്നും എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റിയിട്ടില്ല. അതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിലുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞിൻ്റെ ഈ വീഡിയോസൊക്കെ ഇതിനകത്ത് കിടക്കട്ടെ. നാളെ അവൻ വലുതാകുമ്പോൾ അവന് സെർച്ച് ചെയ്ത് നോക്കി അവന് കണ്ട് സന്തോഷിക്കാമല്ലോ. അവന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത്, കുട്ടി കർഷകനായത്, ഇതൊക്കെ അവന് കണ്ട് നാളെ അവനെ മക്കളെയും ഭാര്യയൊക്കെ കാണിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3.5 വയസ്സുള്ളവന്, അവനും നാളെ വലുതാകുമല്ലോ ഗേസ്. അപ്പോൾ അവന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോ കിടപ്പുണ്ടെങ്കിൽ അവന് നാളെ അതെടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഈശാൻകുട്ടനെ സ്റ്റേജിലോട്ട് വിളിക്കുന്നതാണ് ടീച്ചർ ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട്. അവൻ വന്നു കേട്ടോ. അവന് അത്രയ്ക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ടീച്ചർ അവനെ അവിടെ കൊണ്ട് നിർത്തി. അവൻ ഇച്ചിരി നേരം ഒരു സെക്കൻഡ് അല്ല 2 സെക്കൻഡ് അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് ക്ഷമ കെട്ടിട്ട് അവനാണെങ്കിൽ ആ തൂമ്പ താഴെ വെച്ചിട്ട് പോയി ഗൈസ്. അപ്പോൾ അവനെ ആ വാരിയെടുത്ത ടീച്ചർ ഒരിക്കലും അവൻ്റെ അംഗനവാടിയിലെ ടീച്ചറല്ല, ആ പുറകെ നിൽക്കുന്നതാണ്. ആ കൈയിലോട്ട് കൊടുത്തതാണ് അവൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ടീച്ചറിൻ്റെ ആ ഒരു സ്നേഹം കണ്ടില്ലേ ഗൈസ്, അവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ അറബിയൊക്കെ കണ്ടോ, അറബിക്കുട്ടനാണെങ്കിൽ താഴോട്ട് നിൽക്കാനേ തയ്യാറല്ലായിരുന്നു. പക്ഷേ എങ്കിലും അവൻ്റെ അമ്മ അവനെ ഒരുക്കിക്കൊണ്ട് വന്നു. ആ ഒരു സന്തോഷം കണ്ടില്ലേ ഗൈസ്. പിന്നെ നമ്മുടെ പട്ടാളക്കാർ എല്ലാവരും അടിപൊളിയായിട്ട് മക്കളെ ഒരുക്കിയായിരുന്നു. നമ്മുടെ ശകുന്തളയെ കണ്ടു ഗേസ്, എന്തു രസമുണ്ട് കാണാനായിട്ടില്ലേ നമ്മുടെ കുഞ്ഞു മക്കളിങ്ങനെ ഒരുങ്ങി വരുന്നത് കാണാനായിട്ട്. നമ്മുടെ കുഞ്ഞ് അവന് 3.5 വയസ്സുള്ള ഗേസ്, അവന് പാട്ട് പാടി, എന്ത് രസമായിരുന്നു അതൊക്കെ കാണാനായിട്ട്. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഗേസ്. ഉച്ചയ്ക്ക് ചോറ്, അവിയൽ, മെഴുക്കുവരട്ടിയല്ല ഗേസ്, അച്ചാർ, മോര്, സാമ്പാർ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ടീച്ചർമാരെയൊക്കെ ഒരു
ദേഷ്യം കണ്ടോ, അവന്മാർ സ്റ്റേജ് കളിക്കുമ്പോൾ ടീച്ചർമാർ ഇതേ പുറകെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അത്രയ്ക്കാണ് ടീച്ചർമാർക്ക് അവരോടുള്ള ആ ഒരു സന്തോഷം. ഓരോ കുഞ്ഞുമക്കളെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമ്പോൾ അവരുടെ ടീച്ചർമാരുടെയും അമ്മമാരുടെയും ഒക്കെ മുഖത്ത് വരുന്ന ആ സന്തോഷവും അതിനുവേണ്ടി അവരെടുത്ത കഷ്ടപ്പാടുകളും ഒക്കെ വളരെ വലുതാണ്. ഇതാണ് ഇശാൻകുട്ടൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാം അവരിതേ സ്റ്റേജിൽ കയറാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവർക്കൊരു മഴയുടെ പാട്ടാണ്. ഇതേ കണ്ടില്ലേ, എൻ്റെ മോന് സ്റ്റെപ്പ് ഒന്നും അറിയില്ല ഗൈസ്, പക്ഷേ എങ്കിലും അവൻ സ്റ്റേജിൽ കിടന്ന് തുള്ളി ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. എനിക്കിപ്പോഴും ആ സ്റ്റേജിലോട്ടൊന്ന് കയറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. പക്ഷെ അവനിതായ ഒരു പേടിയില്ല, ഏത് സ്റ്റെപ്പ് ആയിക്കോട്ടെ. പക്ഷെ അവൻ്റെ കൂട്ടുകാരോടെ ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് അവൻ്റെ സന്തോഷം. അത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഗേസ്. അവസാനം ഈ പിള്ളേർക്കെല്ലാം എന്താണ് ഗേസ്, നമ്മുടെ മൊമൻറ്റോയും പിന്നെ ഇതും ഉണ്ടായിരുന്നു ഗേസ്, സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും അവർക്കൊരു അഭിമാന നിമിഷമല്ല. ഈ അംഗനവാടി പഠിക്കുന്ന മക്കൾക്ക് ഒരു മൊമൻറ്റോയും ഒരു സർട്ടിഫിക്കറ്റും ഒക്കെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നത്. ശലഭക്കൂട്ടം എന്നായിരുന്നു കേട്ടോ ഇവർ അംഗനവാടി കലോത്സവത്തിൻ്റെ പേരൊക്കെ വന്നിട്ട്. നമ്മുടെ പഞ്ചായത്തിനും ഒരു ബിഗ് താങ്ക്സ് കൊടുക്കണം ഈ ഒരു സംഭവം ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി അവതരിപ്പിച്ചതിൽ. അത്രയ്ക്ക് നല്ല പിള്ളേർ, എന്താ പറയണ്ടേ, അവരുടെ എല്ലാം കഴിവുകൾ വെളിയിൽ വരുന്നു. ഇതേ കണ്ടില്ലേ, അമ്മമാർ ഫ്രണ്ടിൽ നിന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുന്നു, മക്കളന്മാർ സ്റ്റേജിൽ നിന്ന് കളിക്കുന്നു, അവരെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന അതുപോലെ ആ സ്റ്റേജിൽ നിന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. അത്രയ്ക്ക് അവർക്ക് സന്തോഷമാണ്. ഇതേ ടീച്ചർമാരൊക്കെ ഇരുന്ന് കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു. എന്താ പറയണ്ടേ അല്ലേ, ഇതേ ആ കുട്ടിയുടെ അമ്മ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ആ മക്കളുമാരെല്ലാം സ്റ്റേജിൽ നിന്ന് കാണിക്കുകയാണ്. അവർ പല സ്റ്റെപ്പായിരിക്കും കാണിക്കുന്നത്, പക്ഷെ അതിലൊരു ഭംഗിയുണ്ട് ഗൈസ് അവർ ആ പല സ്റ്റെപ്പ് കാണിക്കുന്നതിൽ. ഇശാൻകുട്ടൻ്റെ അംഗനവാടിയിലെ കൂട്ടുകാർക്കെല്ലാം മൊമൻറ്റോയും പ്രൈസൊക്കെ കിട്ടി ഗൈസ്. അതെ, അവൻ്റെ കൂട്ടുകാരാണ് ഈ നിൽക്കുന്നതെല്ലാം. അവൻ്റെ ഫേവറേറ്റ് അവൻ്റെ ഫ്രണ്ടാണ് നിരഞ്ജൻ. ഇശാൻകുട്ടന് നമ്മുടെ ടീച്ചർ ഇതൊക്കെ കൊടുത്തു ഗൈസ്. പിന്നെന്താണ്, 6 മണിയായി ഗൈസ് ഇതെല്ലാം തീർന്നപ്പോഴത്തേക്ക്. എന്നാലും നല്ല രസമായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.